മഹറിനുള്ള പൈസയില്ല, ചെലവിനുള്ള പൈസയില്ല, എൻ്റെ കൈവശം വിവാഹത്തിനാവശ്യമായ ഒന്നുമില്ലെന്ന് പറഞ്ഞു. നഫീസ മടങ്ങിപ്പോയി ഖദീജ ബീവിയുടെ അടുക്കൽ ചെന്നു. വിവരം പറഞ്ഞപ്പോൾ ഖദീജ ബീവി പറഞ്ഞു, നിങ്ങളുടെ അടുക്കൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് സംതൃപ്തമാകുന്ന ഒരാളാണ് വിവാഹാലോചന നടത്തുന്നത്, എങ്കിൽ സമ്മതമാണോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. നഫീസ രണ്ടാമതും ഘടന വന്ന് നബിനോട് ചോദിച്ചു, നിങ്ങളെ കയ്യിൽ എന്താ ഉള്ളയിച്ചാൽ അത് മതി, അതിന് തയ്യാറുള്ള ഒരാളാണ് അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങനെയുള്ളൊരു അന്വേഷണമാണെങ്കിൽ മൂത്താപ്പാനോട് ചോദിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മതമാണെന്ന് മനസ്സിലായി. വിവാഹാലോചന അബൂ ത്വാലിബിന്റെ അടുത്തേക്ക് പോയി. അബൂ ത്വാലിബും സമ്മതിച്ചു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മണവാളനായി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മണവാട്ടിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുതുമണവാളനായി പോയപ്പോ സയ്യിദുനാ ഇബ്നു അബ്ബാസ്, ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മണവാളനെ അനുഗമിച്ചു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പിതാവായ ഖുവൈലിദ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല. ഖദീജ ബീവിയുടെ പ്രതിനിധിയായിട്ട് ഹാജരായത് നേരത്തെ പറഞ്ഞ അതേ വറഖത്ത് ബിൻ നൗഫലാണ്. വറഖത്ത് ബിൻ നൗഫലിന്റെ കാർമ്മികത്വത്തിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയെ കല്യാണം കഴിച്ചു. വിവാഹം കഴിഞ്ഞപ്പോൾ നാട്ടിലൊരാക്ഷേപം പരന്നു. എത്രയോ വലിയ വലിയ സമ്പന്നന്മാരായ ആളുകള്, സൗന്ദര്യമുള്ള ആളുകള്, ആരോഗ്യമുള്ള ആളുകള് ഖദീജക്ക് കല്യാണാലോചന നടത്തിയിട്ട് അതിനൊന്നും സമ്മതിക്കാതെ വാപ്പയും ഉമ്മയും ഇല്ലാത്ത യതീം കുട്ടിനെ പ്രേമിച്ചതാണ് അത്രേന്ന് നാട്ടുകാർ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വലിയൊരു സൽക്കാരം വിളിച്ചു. പണ്ട് സുലൈഖ ബീവി കൊട്ടാരത്തിൽ വിളിച്ചതുപോലെയുള്ള ഒരു സൽക്കാരം. മക്കയിലെ പ്രധാനികളെല്ലാം വന്നു ചേർന്നിട്ടുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട തറവാട്ടുകാരിൽ നിന്നും പ്രതിനിധികളുണ്ട്. ഖുറൈശി പ്രമുഖന്മാരുണ്ട്. വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കി വിളമ്പി എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഉയരമുള്ള സ്ഥലത്ത് കയറി നിന്ന് ഖദീജ ബീവി പ്രഖ്യാപിച്ചു, സ്വത്തും മുതലുമില്ലാത്ത, വാപ്പയും ഉമ്മയും ഇല്ലാത്ത ഒരാളെ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്കൊരാക്ഷേപമുണ്ടെന്ന് കേട്ടു. അതിനാൽ ഞാൻ ഒരു കാര്യം പറയുകയാണ്, ഇന്ന് മുതൽ എൻ്റെ എല്ലാ സമ്പത്തിന്റെയും ഉടമസ്ഥതാവകാശം മുഹമ്മദിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദാണ് സമ്പന്നനും, ഞാൻ ദരിദ്രയുമാകുന്നു എന്ന് പ്രഖ്യാപിച്ചു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തന്റെ സമ്പത്ത് മുഴുവൻ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തു. അങ്ങനെ നബി തങ്ങൾ വലിയ പൈസക്കാരനായി. പിന്നെ നബി എന്താ ചെയ്ത് വെച്ചാൽ പിന്നെ കച്ചവടത്തിനൊന്നും പോയില്ല, അത് മൊത്തം സ്വതക്കം കൊടുത്ത് തീർക്കുകയാണ് പിന്നെ ചെയ്തത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ്, അത് മൊത്തം കൊടുത്ത് തീർത്തു. അങ്ങനെ രണ്ടുപേരും സുന്ദരമായി ജീവിച്ചു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, എനിക്ക് തനിച്ചിരുന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും നബിയും ഒറ്റക്കിരുന്ന് ആരാധിക്കാൻ പറ്റിയ സ്ഥലങ്ങളെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു. ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചെങ്കിലും അതൊന്നും ഖദീജ ബീവിക്ക് പറ്റിയില്ല. അവസാനം ജബലുന്നൂർ പർവ്വതത്തിന്റെ മുകളിൽ കയറി അല്പം താഴേക്കിറങ്ങിയപ്പോൾ ഹിറ എന്ന ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ പോയി നോക്കിയപ്പോൾ നബി തങ്ങൾക്ക് തിരക്കടില്ല എന്ന അഭിപ്രായം. ഖദീജ ബീവിയോട് വിവരം പറഞ്ഞു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സന്ദർശിച്ചു. അത് തിരക്കടില്ല എന്ന് ബോധ്യായ കാരണം ആ ഗുഹയിൽ ഇരുന്നു കൊണ്ട് ദ്വാരത്തിലൂടെ പുറത്തേക്ക് നോക്കിയാൽ കഅബ കാണാം. ഇന്ന് ക്ലോക്ക് ടവറാ കാണുക, അന്ന് കഅബയാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. നനച്ചീറിന്റെ കാഷ്ടമുണ്ടായിരുന്നു, അടിച്ചുവാരി വൃത്തിയാക്കി. ഇത് തന്നെയാണ് പറ്റിയ സ്ഥലം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തീരുമാനമാക്കി. ഗോതമ്പ് മാവും ഉപ്പും പച്ചവെള്ളവും കാരക്കയും ഒരു തുണിയിൽ പൊതിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ കൊടുത്തു. അതുമായി മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജബലുന്നൂർ പർവ്വതത്തിൽ പോയി. ഹിറാ ഗുഹയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം മുതൽ തുടർന്നു വരുന്ന ഇബാദത്തുകൾ ചിലതൊക്കെ അവശേഷിക്കുന്നുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽ തുടർന്നു വരുന്ന മില്ലത്തു ഇബ്രാഹിമിൽപ്പെട്ട ചില ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് സൗർ പർവ്വതത്തിന്റെ, ഹിറാ പർവ്വതത്തിന്റെ ഗുഹയിൽ താമസിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വരികയും വഹയിന്റെ ആരംഭം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ
ഇഖ്റ ബിസ്മി ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ഖദീജ ബീവിയുടെ അടുത്തേക്ക് പോയി. സമ്മിലൂനി ഖദീജ എന്ന് പറഞ്ഞു, പുതപ്പിട്ട് മൂടിക്കൊടുത്തു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ പറഞ്ഞതാണ്, നബിയേ, നിങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബിയാക്കി നിയോഗിക്കുന്നതിന്റെയും 5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങൾ നബിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹ. ഞാൻ ഇത്രയും പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട ആശയം നിങ്ങളോട് പറയാനാണ്. റിസാലത്ത്, നുബുവ്വത്ത്, മുഹമ്മദിയത്ത്, ഇങ്ങനെ 3 എണ്ണമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുമാണ്. 1,24,000 അമ്പിയാക്കള്. അതിൽ 313 ആളുകളാണ് മുർസലീങ്ങള്. നബിമാരും മുർസലീങ്ങളും വ്യത്യാസമുണ്ട്. അമ്പിയാക്കൾ ദഅവത്ത് കൊണ്ട് കൽപ്പനയില്ല, അവർ നല്ലവർക്ക് ജീവിച്ചാൽ മതി. മുർസലീങ്ങൾ ദഅവത്ത് കൊണ്ട് കൽപ്പനയുള്ള വിഭാഗമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ്, റസൂലാണ്. എന്നാൽ നബിയായ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രം അംഗീകരിച്ചാൽ പോരാ, റസൂലായ മുഹമ്മദ് നബിയെ അംഗീകരിച്ചാൽ പോരാ, മുഹമ്മദായ മുഹമ്മദ് നബിയെ അംഗീകരിക്കണം. സഹോദരങ്ങളെ, നല്ലോണം ശ്രദ്ധിക്കണേ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം 2 തരത്തിലുണ്ടെന്നാണ്. ഒന്ന് അഖലിയായ സ്നേഹം, മറ്റൊന്ന് തബഈയായ സ്നേഹം. ഇങ്ങനെ 2 എണ്ണം ഉണ്ട്. അഖൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ് അർത്ഥം. തബഈ എന്ന് പറഞ്ഞാൽ പ്രകൃതി എന്നാണ് അർത്ഥം. അഖലിയായ സ്നേഹം എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ സ്നേഹം എന്നാണ്. തബഈയായ സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രകൃതിപരമായ സ്നേഹം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. എന്താ കാരണം? നബിനെ സ്നേഹിച്ചാലേ കഴിച്ചിലാകുള്ളൂ എന്ന് കരുതിയിട്ട് സ്നേഹിച്ചാൽ അഖലിയാണ്, ബുദ്ധിപരമാണ്. ഒരാളൊരു പുസ്തകം എഴുതാണ്. അപ്പൊ അയാൾ ഇങ്ങനെ എന്ത് വിഷയത്തെ കുറിച്ചാണ് എഴുതേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ അയാൾക്ക് തോന്നി റബീഉൽ അവ്വലൊക്കെ വരുന്നുണ്ടല്ലോ, ഇനിയിപ്പോ ദുൽഹിജ്ജ കഴിഞ്ഞ്, മുഹറം കഴിഞ്ഞ്, സഫർ കഴിഞ്ഞ റബീഉൽ അവ്വലാണ്. അപ്പോഴൊക്കെ ഇറങ്ങാൻ പറ്റിയ പുസ്തകം നബിനെ പറ്റിയുള്ള ബുക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മാർക്കറ്റിൽ നല്ല ചെലവ് കിട്ടും. അതുകൊണ്ട് ആദ്യം എഴുതുന്ന ബുക്ക് നബിതങ്ങളെ കുറിച്ച് തന്നെ ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചിട്ട് ഒരാൾ ബുക്ക് എഴുതിയാൽ അത് ബുദ്ധിപരമാണ്, അഖലിയ്. സ്നേഹം തന്നെയാണ്, അഖലിയാണ്. ഇമ്മാനെ നമ്മളെല്ലാവരും സ്നേഹിക്കേണ്ട എന്താ കാരണം? ഉമ്മാന്റെ കാലിലോട്ടാണ് സ്വർഗം. ബുദ്ധിപരമാണ്. നിങ്ങൾക്ക് മനസ്സിലാകണ്ടോന്നറിയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്കുള്ള സ്നേഹം ബുദ്ധിപരമായാൽ പോരാ, തബഈയായിരിക്കണം. സ്നേഹിക്കണ്ടെന്ന് കരുതിയാലും കഴിയണില്ല, അങ്ങോട്ട് സ്നേഹിച്ചു പോവുകയാണ്. അങ്ങനെ ഉണ്ടാവണം. വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു റൗള ഷരീഫിന്റെ അടുത്ത് ചെന്നിട്ട് ഒരു കവിത ചൊല്ലിയപ്പോൾ റൗള ഷരീഫിന്റെ വാതിൽ തുറന്നു എന്ന് പലതവണ നമ്മൾ വാതിൽ കേട്ടിട്ടുണ്ട്. വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു റൗളന്റെ അടുത്ത് ചെന്നിട്ട് യാ അക്റമ ബൈത്തിയല്ലി യാ അക്റമൽ ഖുറമ അലാ താബിക്കും. ഈ ബൈത്ത് മൗലിദ് കിതാബിന്റെ സൈഡിലുണ്ട്. വെളിയങ്കോട് ഉമർ ഖാദി അല്ലി ആ ബൈത്ത് മൗലിദ് കിതാബിന്റെ സൈഡിലുണ്ട്. പോരാത്തത് നമ്മളെ മൊബൈലിലെ ദിക്ർ വൽ മനാഖിബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലും ഉണ്ട്. ഒരു പ്രാവശ്യം ഉംറക്ക് പോകുമ്പോ മദീനയിലെ റൗള ഷരീഫിന്റെ അടുത്ത് ചെന്നിട്ട് ഉമർ ഖാദി റൗള ഷരീഫ് തുറപ്പിക്കാൻ വേണ്ടി ചെല്ലിയ ബൈത്ത് മൊബൈലിൽ നോക്കിയിട്ട് ഇങ്ങനെ 100 വട്ടം ചെല്ലിയാലും തുറക്കൂല. ഉമർ ഖാദിക്ക് 1 വട്ടം ചെല്ലിയപ്പോഴാണ് തുറന്നത്. എന്തേ ഉമർ ഖാദിക്ക് തുറന്നതും ഞമ്മക്ക് തുറക്കാത്തതിന്റെയും കാരണം? ഇനി ഉമർ ഖാദിക്ക് മാത്രമൊന്നല്ല തുറന്നിട്ടുള്ളത്, സയ്യിദുനാ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന് തുറന്നിട്ടുണ്ട്. ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിന്റെ അവസാന കാലം, വഫാത്തിന്റെ മുന്നോടിയായി റൗള ഷരീഫ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ്. റൗള ഷരീഫ് സിയാറത്ത് ചെയ്യുമ്പോ മഹാനായ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന് ഒരു ആഗ്രഹം തോന്നി. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ റൗള ഷരീഫിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് കൈയൊന്ന് നീട്ടിത്തരികയാണെങ്കിൽ എനിക്ക് ആ കയ്യിലൊന്ന് പിടിച്ചു മുത്താമല്ലോ എന്ന് തോന്നി. അപ്പോൾ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു ചൊല്ലിയ ഒരു കവിത റിഫായി മൗലൂദിലുണ്ട്.
നമ്മളെ മൗലിദ് കിതാബിലുള്ള റിഫായി മൗലിദിലുണ്ട്. في حالة البعد روحي كنت أرسلها تقبل الأرض عني وهي نائبتي فهذه نوبة الأشباه قد حضرت فامدد يديك لكي تهضى بها شفتي. അള്ളാന്റെ റസൂലേ, സാധുവായ അഹ്മദ് അങ്ങകലെ വിദൂരമായ നാട്ടിൽ നിന്ന് ഇവന്റെ ആത്മാവിനെ എന്നും ഈ റൗള ഷരീഫിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കാറുണ്ട് നബിയെ. ഇവിടെ വന്നുകൊണ്ട് കാറ്റുപോലെ ഇവിടെ ഇങ്ങനെ സഞ്ചരിച്ച് ഇവിടുത്തെ മണൽത്തരികളെ മുത്തിമണത്ത് എന്നും എല്ലാ ദിവസവും ഈ റൗള ഷരീഫിലെ എല്ലാ വിശേഷണങ്ങളും എന്റെ ആത്മാവ് എനിക്ക് വന്ന് പറഞ്ഞു തരാറുണ്ട് നബിയെ. ഇന്ന് സാധുവായ അഹമ്മദ് ശരീരത്തോടു കൂടെ ഇവിടെ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ കൈയൊന്ന് നീട്ടിത്തന്നാൽ എനിക്കൊന്ന് മുത്തിക്കൂടെ എന്ന് പറയേണ്ട താമസം അഷ്റഫുൽ വറ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റൗള ഷരീഫിൽ നിന്ന് കൈ നീട്ടി കൊടുത്തു എന്നും ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു ആ കയ്യിൽ പിടിച്ച് ചുംബിച്ചു എന്നും ഇത് ഹിജ്റ 500 നടന്നത് എന്നും ധാരാളം സൂഫികളായ ആളുകൾ അതിന് സാക്ഷിയായിരുന്നു എന്നും സാക്ഷിയായവരുടെ കൂട്ടത്തിൽ ഗൗസുൽ ആദം സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ ഉണ്ടായിരുന്നു എന്നും താരീഖിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ആളുകൾക്കും തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്താ നമുക്ക് തുറക്കാത്തത്? ഷാ വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹു മദീനയിലെ അനുഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഷാ വലിയുല്ലാഹി ദഹ്ലവി പറഞ്ഞു, ഞാനൊരിക്കൽ മദീനയിൽ സിയാറത്ത് ചെയ്ത് മദീനയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണണമെന്ന് കരുതിയിട്ട് ഞാനൊരു പ്രത്യേകമായ സ്വലാത്തിനെ ഇങ്ങനെ അധികരിപ്പിച്ചു. ആ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ നിലത്ത് കാല് തട്ടാത്ത രൂപത്തില് പ്രത്യേകമായ ഒരു മേൽത്തട്ടം കൊണ്ട് ആകമാനം മൂടിപ്പൊതിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ അടുക്കിലേക്ക് നടന്നു വരികയും ആ തട്ടത്തിന്റെ ഉള്ളിലേക്ക് എന്നെ ഇങ്ങനെ ആക്കിയിട്ട് അണഞ്ഞുകൂട്ടി പിടിക്കുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഷാ വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി അദ്ദേഹത്തിന്റെ മദീനയിലെ അനുഭവങ്ങൾ എന്ന പുസ്തകത്തിൽ കാണാം. അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് പിന്നെന്താ നമുക്ക് തുറക്കാത്ത? പല ആൾക്കാർക്കും തുറന്നു കൊടുത്തിട്ടുണ്ട്. എന്താ നമ്മക്ക് തുറക്കാത്തത്? അതിനൊരു കാരണമേ ഉള്ളൂ. ഞമ്മക്ക് തുറക്കാത്തതിന്റെ കാരണം യാക്രമ ചൊല്ലിയാല് തുറക്കുന്ന നമ്മളോട് ബുദ്ധി പറഞ്ഞു തന്നതാണ്. ഉമർ ഖാദിക്ക് അത് ബുദ്ധി പറഞ്ഞു കൊടുത്തതല്ല. ഇതാണ് അഖലിയായ സ്നേഹം എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമാണ്. നമ്മളത് സ്നേഹം തന്നെയാണ്, ബുദ്ധിപരമാണ്. ഇല്ലെങ്കിൽ കുടുങ്ങുമെന്ന് അറിയണതുകൊണ്ട് സ്നേഹിച്ചതാണ്. നമ്മൾ ഉമ്മാനെ സ്നേഹിച്ചതും അങ്ങനെ തന്നെയാണ്, നമ്മൾ വാപ്പാനെ സ്നേഹിച്ചതും അങ്ങനെ തന്നെയാണ്, നമ്മള് പിന്നെ അള്ളാന്റെ ഔലിയാക്കളെ സ്നേഹിച്ചതും അങ്ങനെ തന്നെയാണ്, നമ്മള് കുത്തുബി ഉസ്താദിനെ സ്നേഹിച്ചതും അങ്ങനെ തന്നെയാണ്, നമ്മൾ ശംസുലുലമനെ സ്നേഹിച്ചതും അങ്ങനെ തന്നെയാണ്. നമുക്ക് കഴിച്ചിലാവാൻ വേണ്ടിയിട്ട് ബുദ്ധിപരം. ഇമ്മാനെ സ്നേഹിക്കണത് കുടുങ്ങുന്ന് കരുതിയിട്ട് ബുദ്ധിപരം. മുത്തുനബിനെ സ്നേഹിക്കണത് ശഫാഅത്ത് കിട്ടാന് ബുദ്ധിപരം. ബുദ്ധിപരമല്ലാത്ത സ്നേഹമുണ്ട്, അത് നഫീസത്തുൽ മിസ്രിയെ സ്നേഹിച്ചതുപോലെയാണ്, അത് റാബിയത്തുൽ അദവിയെ സ്നേഹിച്ചതുപോലെയാണ്, അത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്നേഹിച്ചതുപോലെയാണ്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സ്നേഹിച്ചതുപോലെയാണ്, ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു സ്നേഹിച്ചതുപോലെയാണ്, ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു സ്നേഹിച്ചതുപോലെയാണ്. മുത്തുനബി വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ബാങ്ക് കൊടുക്കൂല, ഞാൻ ഈ നാട്ടിൽ നിൽക്കൂല, ഈ നാട്ടിലോട്ട് ഞാൻ താമസിക്കൂല, ഞാൻ ബാങ്ക് കൊടുക്കൂല. അങ്ങനെ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു നാടുപേക്ഷിച്ചു കൊണ്ട് യാത്ര ചെയ്തു. മദീനക്കാര് മൊത്തം പറഞ്ഞു, ബിലാലെ നിങ്ങൾ പോകരുത്, എന്ത് സൗകര്യമാണെങ്കിലും ചെയ്തു തരാറുന്നു. ബിലാൽ പറഞ്ഞു, ഞങ്ങൾ പോകാൻ പോവാണ് പറഞ്ഞു. വാഹനപ്പുറത്ത് കയറി മദീനക്കാര് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പിന്നാലെ പോയി. ബിലാലിന്റെ വാഹനം മദീനയുടെ അതിർത്തിയിലെത്തുന്നത് വരെയും അവർ പിന്തുടർന്നു.
മദീനയുടെ അതിർത്തിയിലെത്തിയപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു വാഹനപ്പുറത്ത് നിന്നിറങ്ങിയിട്ട് വാഹനത്തെ തിരിച്ച് മദീനയിലേക്ക് തന്നെ വിട്ടിട്ട് മരുഭൂമിയിലൂടെ നടന്ന് ദൂരേക്ക് പോയി. കണ്ണിൽ നിന്ന് ചെറിയ ഒരു പുള്ളി പോലെയായി മറയുന്നത് വരെ മദീനക്കാർ നോക്കി നിന്നു. എങ്ങോ പോയി വിവാഹം കഴിച്ച് ബിലാൽ റളിയല്ലാഹു അൻഹു താമസമാക്കി. പിന്നീട് മദീനയിലേക്ക് മടങ്ങിയില്ല. 2 തവണ മദീനയിൽ വന്നു എന്ന് താരീഖിലുണ്ട്. ഒരിക്കൽ വന്നു, മദീനയിൽ എത്തി, അപ്പൊ തന്നെ മടങ്ങി. പിന്നൊരിക്കൽ വന്നപ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ വേണ്ടി നിർബന്ധിച്ചു. പലരും പറഞ്ഞു നോക്കി, മഹാനവറുകൾ ബാങ്ക് കൊടുത്തില്ല. അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി വന്നിട്ട് പറഞ്ഞു, ബിലാലെ നിങ്ങളൊന്ന് ബാങ്ക് കൊടുക്കണം, ഞങ്ങൾക്ക് കേൾക്കാൻ പൂതിയായിട്ടാണ് എന്ന് പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയുടെ അഭ്യർത്ഥന തട്ടിക്കളയാൻ കഴിയാത്തതിനാൽ ബിലാൽ റളിയല്ലാഹു അൻഹു മിനാരത്തിന്റെ മുകളിൽ ബാങ്ക് കൊടുക്കാൻ വേണ്ടി കയറി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ പറഞ്ഞു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് 2 പ്രാവശ്യം പറഞ്ഞു. മദീനയിൽ പഴയകാലം തിരിച്ചു വന്നതുപോലെ എല്ലാവർക്കും തോന്നി. വീടുകളിലുണ്ടായിരുന്ന ആളുകളൊക്കെ ബാങ്ക് കേൾക്കാൻ വേണ്ടി പുറത്തേക്കിറങ്ങി പള്ളിയെ ലക്ഷ്യമാക്കി നീങ്ങാൻ തുടങ്ങി. പക്ഷേ അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞതോടുകൂടി ബിലാൽ റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീണു. ബാങ്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ബിലാൽ മടങ്ങിപ്പോയി. എന്തേന്ന് ചോദിച്ചാല് അതാണ് ത്വബഈയായ സ്നേഹം. പ്രകൃതിപരമാണ്, ബുദ്ധിപരമല്ല. ബുദ്ധിപരമായ സ്നേഹമാണെങ്കിൽ പറയാൻ വയ്ക്കാ വേണ്ടത്. ബുദ്ധിപരമായ സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാനുള്ള വേണ്ടത്. ത്വബഈയായ സ്നേഹമാണ് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അഖ്ലിയായാൽ പോരാ, നബി തങ്ങളോടുള്ള സ്നേഹം ത്വബഈയായിരിക്കണം, പ്രകൃതിയാ ഉണ്ടായിരിക്കണം. സ്നേഹിക്കണ്ടെന്ന് കരുതിയിട്ട് കാര്യമില്ല, നബിനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരണം. അതിനെന്ത് വേണം? നുബുവത്ത് പഠിച്ചാൽ പോരാ. അതിന് നുബുവത്ത് പഠിച്ചാൽ പോരാ, അതിന് റിസാലത്ത് പഠിച്ചാൽ പോരാ, അതിന് മുഹമ്മദിയത്ത് പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നുബുവത്തിന്റെയും റിസാലത്തിന്റെയും 40 വർഷങ്ങൾക്ക് മുമ്പാണ് മുഹമ്മദിയത്ത്. ഹബീബിങ്ങളെ, മനുഷ്യന്മാരെ, ചങ്ങായിമാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നിങ്ങൾ ഞാൻ ഈ പറഞ്ഞൊന്ന് ശ്രദ്ധിക്കണേ. റബീഉൽ അവ്വൽ 12 നബിയുടെ ജന്മദിനമല്ലല്ലോ. റബീഉൽ അവ്വൽ 12 റസൂലിന്റെ ജന്മദിനമല്ലല്ലോ. റബീഉൽ അവ്വൽ 12 മുഹമ്മദിന്റെ ജന്മദിനമാണ്. അത് കഴിഞ്ഞ് 40 കൊല്ലങ്ങൾക്ക് ശേഷമാണ് നബിയായത്, റസൂലായത്. നബി അംഗീകരിച്ചാൽ പോരാ, റസൂലിനെ അംഗീകരിച്ചാൽ പോരാ, മുഹമ്മദിനെ അംഗീകരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. 40 വയസ്സിന് മുമ്പുള്ള മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നു എന്നൊരാൾ പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിന്റെ ഗേറ്റിന്റെ അപ്പുറത്തേക്ക് മാറി നിൽക്കേണ്ടി വരും. നബുവത്ത് അംഗീകരിച്ചാൽ പോരാ, റിസാലത്ത് അംഗീകരിച്ചാൽ പോരാ, മുഹമ്മദിനെ അംഗീകരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ ഒരു മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങുക 1.5 വയസ്സിലാണ്. കുട്ടികളൊക്കെ സാധാരണ 1.5 വയസ്സിലാണ് സംസാരിക്കുക. ഒരു കുട്ടി ആദ്യം ഒരു വാക്കാണ് സംസാരിക്കുക. എന്തെങ്കിലും ഒരു വാക്ക്, ഒന്നെങ്കിൽ ഉമ്മ എന്ന് പറയും, അല്ലെങ്കിൽ ഉപ്പ എന്ന് പറയും, അല്ലെങ്കിൽ അള്ളാ എന്ന് പറയും. എന്തെങ്കിലും ഒരു വാക്കാണ് ആദ്യം സംസാരിക്കുക. എല്ലാറ്റിനും ആ വാക്ക് തന്നെ കാര്യം പറയാം. ചൂടുവെള്ളമാണെങ്കിലും പറയും ഉമ്മ എന്ന്. ബിസ്മില്ലാ. എല്ലാറ്റിനും ഒരു വാക്ക പറയാം. പിന്നീട് 2 വാക്കുകൾ പറയാൻ തുടങ്ങും. പിന്നീട് വാചകങ്ങൾ ചേർത്ത് ഗ്രാമർ തെറ്റിച്ചു പറയും. 2.5 വയസ്സിലാണ് ഗ്രാമറോടുകൂടി, ആശയങ്ങളോടുകൂടി ഒരു കുട്ടി സംസാരിക്കാൻ തുടങ്ങുന്ന പ്രായം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും 1 വയസ്സ് മുമ്പിലായിരുന്നു. 1.5 വയസ്സിൽ തന്നെ 2.5 വയസ്സിന്റെ പക്വത നബി തങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണെങ്കിൽ 1.5 വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രാമർ അനുസരിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട് 63 കൊല്ലം ജീവിച്ചിട്ട് 1.5 വയസ്സ് മുതൽ 63 വയസ്സ് വരെ ജീവിച്ചതിനിടയിൽ ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ലാത്ത ഒരാൾ മാത്രമേ ഈ ദുനിയാവിൽ ജീവിച്ചിരുന്നിട്ടുള്ളൂ. അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബുവത്തിന്റെ ശേഷം നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നല്ല. ഹലോ മനുഷ്യന്മാരെ, ഹലോ,
യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, അലൈക്കും. നബുവത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കള പറഞ്ഞിട്ടില്ല എന്നല്ല. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കള പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിയത് എത്രേ ഉള്ളൂ എന്ന് പറയുന്നത് നബുവത്ത് കിട്ടിയിട്ട് പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനല്ല. സംസാരം തുടങ്ങിയത് മുതൽ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത ഒരു മനുഷ്യൻ മാത്രമേ അള്ളാഹുവിന്റെ ദുനിയാവിൽ ജീവിച്ചിരുന്നിട്ടുള്ളൂ. അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബുവത്ത് അംഗീകരിച്ചാൽ പോരാ, റിസാലത്ത് അംഗീകരിച്ചാൽ പോരാ, മുഹമ്മദിയത്തിന് അംഗീകരിക്കണം. അപ്പോഴേ സ്നേഹം തബഴിയാവുള്ളൂ. സ്നേഹം ബുദ്ധിപരമായാൽ പോരാ, അഖലിയായാൽ പോരാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം തബഴിയായിരിക്കണം. അതിനെന്ത് വേണം? നബുവത്തിനും റിസാലത്തിനും പഠിക്കണ്ടെന്നല്ല ഈ പറഞ്ഞു കേട്ടോ, അത് പഠിച്ച പോരാ. അതിനു മുമ്പുള്ള മുഹമ്മദിനെ പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചെറിയ കുട്ടിയായി ഹലീമ ബീവി റളിയല്ലാഹു അൻഹയാണ് നബി തങ്ങളെ മുലയൂട്ടി വളർത്താൻ വേണ്ടി കൊണ്ടുപോയത്. എല്ലാവർക്കും അറിയാം. ഹലീമ ബീവിയാണ്. 3 വയസ്സ് പൂർത്തിയാകുന്നത് വരെയാണ് ഹലീമ ബീവിയുടെ അടുക്കൽ താമസിക്കുന്നത്. സാധാരണ ഒരു കുട്ടി, എല്ലാ കുട്ടികളും 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെയാണ് മുലയൂട്ടുന്ന സ്ഥലത്ത് താമസിപ്പിക്കുക. അക്കാലത്ത് കേട്ടോ. ആ കാലത്ത് പ്രസവിച്ചാല് മുലയൂട്ടി വളർത്താൻ വേണ്ടി ആളുകളെ ഏൽപ്പിക്കുന്ന പതിവുണ്ട്. ആ പതിവനുസരിച്ച് 2 വർഷമാണ് താമസിക്കുക. 1 കൊല്ലം തികയുമ്പോ കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്ന് നോക്കുന്ന സ്ത്രീയും കുട്ടിയും ഒരുമിച്ച് ഏതാനും ദിവസം ഉമ്മയോടൊപ്പം ജീവിക്കും. പിന്നെ 2ാമതും കൊണ്ടുപോകും. 2 വയസ്സ് പൂർത്തിയായാൽ മുലകുടി നിർത്തിയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഏൽപ്പിക്കും. അങ്ങനെയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 3ാം പ്രാവശ്യവും കൊണ്ടുപോയി. 2 കൊല്ലത്തിന് ശമ്പളമുണ്ട്, 3ാം കൊല്ലം ശമ്പളമില്ല. അങ്ങനെ ഉണ്ടായത്. എന്താ കാരണം? ശമ്പളമൊന്നും വേണ്ട, അല്ലാതെ തന്നെ അവർക്ക് ഇഷ്ടം പോലെ മെച്ചണ്ട്. തള്ളയായിരുന്ന ആടിന് കറവുണ്ടായി, ഉണങ്ങിയ മരങ്ങളിൽ കായ്ക്കനികൾ ഉണ്ടായി, പോകുന്ന വഴിയിലൊക്കെ ഞാമത്തുണ്ടായി. വിഷമോ ബുദ്ധിമുട്ടോ ഉണ്ടായാൽ നാട്ടുകാർ മൊത്തം ഈ കുട്ടിയെടുത്ത് വന്ന് ദോരപ്പിക്കൽ പതിവുണ്ടായി. അങ്ങനെ ഒരു ഞാമത്തുള്ള കുട്ടി, അതുകൊണ്ട് 1 കൊല്ലം കൂടി വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. ആ 3ാം വർഷത്തിലാണ് ലംറത്തിന്റെ കൂടെ ആടിനെ നോക്കാൻ വേണ്ടി പോയത്. അപ്പോഴാണ് പരിചയമില്ലാത്ത ഏതാനും മാലാഖമാർ മനുഷ്യരൂപത്തിൽ വരികയും കുട്ടിയുടെ നെഞ്ച് കീറിയിട്ട് ഹൃദയം പുറത്തെടുത്ത് മഞ്ഞുവെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കി യഥാസ്ഥാനത്ത് വെച്ച് തുന്നിക്കൂട്ടി മടങ്ങി പോകുന്ന രംഗം കണ്ട് ലംറത്തോടി വന്ന് ഉമ്മയോട് പറയുകയും ചെയ്തത്. ഉമ്മ ഓടിച്ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇനി നിർത്തിയാൽ ശരിയാവൂല എന്ന് കരുതിയിട്ടാണ് 3 വയസ്സായപ്പോൾ കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്ന് ഏൽപ്പിച്ചത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്ന് 3 വയസ്സിൽ മലക്കുകൾ വന്ന് നെഞ്ച് കീറിയിട്ട് ഹൃദയം പുറത്തെടുത്ത ആ കീറിയ സ്ഥലം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് സാങ്കല്പികമായ സർജറി അല്ല. ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു ഹിജ്റ 500 റൗള ഷരീഫിന്റെ അടുത്ത് പോയി. റൗളന്റെ വാതിൽ തുറന്നു. നബി തങ്ങൾ കൈയെടുത്തു. ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു മുത്തി എന്നുള്ളത് നാട്ടുകാർ കണ്ടിട്ടില്ല. റിഫായി ശൈഖ് കണ്ടിട്ടുണ്ട്, ഒപ്പണ്ടായിരുന്ന സൂഫികളും കണ്ടിട്ടുണ്ട്. പക്ഷെ നാട്ടുകാർ കണ്ടിട്ടുണ്ടാവില്ല, പാറാവേര് കണ്ടിട്ടുണ്ടാവില്ല, പോലീസുകാര് കണ്ടിട്ടുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ച് കീറിയത് അങ്ങനെയല്ല. ആ സർജറിയുടെ അടയാളം എനിക്ക് നബി കാണിച്ചു തന്നിട്ടുണ്ടെന്ന് സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഓപ്പൺ സർജറി തന്നെയാണ്, കീ ഹോള് പോലും അല്ല എന്നർത്ഥം. അതിനെ സർജറി അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ 3 വയസ്സ് കഴിഞ്ഞു. 4ാം വയസ്സില് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആമിന ബീവിക്ക് തിരിച്ചേൽപ്പിച്ചു മടങ്ങി. അബ്ദുൽ മുത്തലിബാണ് പിന്നീട് നോക്കുന്നത്. ഇങ്ങനെ നാട്ടിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 3 വയസ്സായിട്ടുണ്ട്, 4 വയസ്സിന്റെ പക്വതയുണ്ട്. ഒരു ദിവസം മുറ്റത്ത് നബി തങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പെട്ടെന്ന് കാണാനില്ലാതായി.
എല്ലാ ഭാഗത്തും അന്വേഷിച്ചു, എവിടെ ഉള്ളതെന്ന് അന്വേഷിച്ചു, എവിടെയില്ല. എല്ലാരും ബേജാറായി. അവസാനം കഅബയിൽ ചെന്ന് അബ്ദുൽ മുത്തലിബ് നബിതങ്ങളെ തിരിച്ചു കിട്ടിയാൽ ഒരൊട്ടകത്തെ അറുത്ത് അതിന്റെ മാംസം ദാനമായി കൊടുക്കാം എന്ന് നേർച്ചയാക്കി. ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് ഒരു അശരീരി കേട്ടു, ആളില്ലാത്തൊരു ശബ്ദം. യമനിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട വഴിയിൽ പ്രവേശിച്ചാൽ മൂന്നാമത്തെ മരച്ചുവട്ടിൽ മുഹമ്മദ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു ശബ്ദം കേട്ടു. ആളില്ലാത്തൊരു ശബ്ദം. അബ്ദുൽ മുത്തലിബും നേരത്തെ പറഞ്ഞ വറഖത്ത് ബിൻ നൗഫലും യമനിലേക്ക് പോകുന്ന വഴിയിലൂടെ യാത്ര ചെയ്തു. പറഞ്ഞതുപോലെ മൂന്നാമത്തെ മരച്ചുവട്ടിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളിക്കുന്നുണ്ടായിരുന്നു. നബി തങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. അബ്ദുൽ മുത്തലിബ് ഒട്ടകത്തെ അറുത്ത് അതിന്റെ മാംസം മാംസം വിതരണം ചെയ്തു. ഇതൊക്കെ എന്തിനാ പറഞ്ഞാല് റസൂലിനെ പഠിച്ചാൽ പോരാ, മുഹമ്മദിനെ പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹം തബഈയാവണമെങ്കിൽ റസൂലിനെ പഠിച്ചാൽ പോരാ, നബിയെ പഠിച്ചാൽ പോരാ, മുഹമ്മദിനെ പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബി വമിൻ അജമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അങ്ങനെ നമ്മള് റബീഉൽ അവ്വൽ 12-നൊക്കെ കുട്ടികൾക്ക് വരെ എഴുതി കൊടുക്കുന്ന പ്രസംഗങ്ങളൊക്കെ പലപ്പോഴും ഇന്റർനാഷണൽ സബ്ജക്റ്റുകളൊക്കെ ആവാറുണ്ട്. ചെറിയ കുട്ടിയായിരുന്ന ഒരു നബി ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ പഠിക്കാതെ പോയ അധ്യായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ വയസ്സിലും ഒരത്ഭുതമെങ്കിലും ഉണ്ട്. 1-ാം വയസ്സിലുണ്ട്, 2-ാം വയസ്സിലുണ്ട്, 3-ാം വയസ്സിലുണ്ട്. ഓരോ വയസ്സിലും ചുരുങ്ങിയത് ഒരു അത്ഭുത സംഭവമെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് ചെറിയ കുട്ടിയായ നബി തങ്ങളെ തന്നെ പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. വലദതുക മഖ്തൂനം വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരിസ് സ്വഹീഹിൽ മുസ്നദു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുമ്പോൾ തന്നെ കണ്ണിൽ സുറുമയിട്ട ആളായിരുന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ചേലാകർമ്മം ചെയ്തിട്ടുണ്ടായിരുന്നു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടി മരുഭൂമിയിൽ ദൂരേക്ക് പോകും. മലമൂത്ര വിസർജനത്തിന് വേണ്ടി മരുഭൂമിയിൽ ദൂരേക്ക് പോയാൽ നബി തങ്ങൾ മടങ്ങി വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ സ്ഥലത്തേക്ക് ഞാൻ പോയി നോക്കൽ പതിവുണ്ടായിരുന്നു, പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും ഒന്നും കണ്ടിട്ടില്ല എന്ന് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഇത് നുബുവത്തിനെ കുറിച്ചുള്ള പഠനമല്ല, ഇത് റിസാലത്തിനെ കുറിച്ചുള്ള പഠനമല്ല, ഇത് മുഹമ്മദിയത്തിനെ കുറിച്ചുള്ള പഠനമാണ്. അതുകൊണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ്, സ്നേഹം നമുക്ക് പ്രകൃതിയാൽ ഉണ്ടാവണമെങ്കിൽ മുഹമ്മദിയത്തിനെ പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്നെ സംഗതി. നബുവത്തിന് ശേഷം ഇസ്ലാമിക ശരീഅത്ത് വിരോധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെ നബുവത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. 40 വയസ്സിലാണ് നബി തങ്ങൾക്ക് നബുവത്ത് കിട്ടിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബുവത്ത് കിട്ടിയതിന് ശേഷം ഇസ്ലാമിക ശരീഅത്ത് വിരോധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെ 40 വയസ്സിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. 40 വയസ്സിന് ശേഷമാണ് ഔറത്ത് മറക്കുക എന്ന ഹുക്മ വന്നത്. 40 വയസ്സിന് മുമ്പ് നബിന്റെ ഔറത്താരും കണ്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ കഅബക്ക് പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. ഇസ്ലാം വരുന്നതിന് മുമ്പ് തന്നെ കഅബക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആനക്കലഹ സംഭവമൊക്കെ ഉണ്ടാകുന്നത്. കഅബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് രാജാവ് വരുന്നതൊക്കെ കഅബക്ക് വലിയ പ്രാധാന്യമുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ആഗമനത്തിന് മുമ്പ് തന്നെ കഅബയിൽ ത്വാഫ് ചെയ്യൽ പതിവുണ്ടായിരുന്നു. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ഇന്ന് കഅബ ത്വാഫ് ചെയ്യണത് ഔറത്ത് നല്ലോണം മറച്ചിട്ടാണ്. പക്ഷെ ജാഹിലിയത്തിലെ ത്വാഫ് ഉള്ള തുണി അയച്ചു കണ്ട ഒരു ഭാഗത്ത് വെച്ചിട്ട് ത്വാഫ് കഴിഞ്ഞിട്ട് പിന്നെ അയക്കുന്ന എടുക്കുക. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്.
അങ്ങനെ കഅബയുടെ പുനർനിർമ്മാണം നടക്കുന്നു. കഅബന്റെ പുനർനിർമ്മാണം നടക്കുമ്പോ എല്ലാവരും കഅബ ഉണ്ടാക്കാൻ വേണ്ടി കല്ല് ഏറ്റിക്കൊണ്ടുവരുന്നുണ്ട്. കല്ലേറ്റുന്ന സമയത്ത് തലവേദന ആവാതിരിക്കാൻ വേണ്ടി തലയിൽ എന്തെങ്കിലും വെക്കണം. അപ്പൊ എല്ലാവരും തുണി വെച്ചുകൊണ്ട് തലയിൽ വെച്ചു. കാരണം കഅബന്റെ അടുത്താകുമ്പോ പിന്നെ തുണി വയ്ക്കണതിന് കുഴപ്പമില്ല എന്നുള്ളതാണ് അവിടുത്തെ വിശ്വാസം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വസ്ത്രമഴിക്കാൻ വേണ്ടി ഒരുങ്ങിയതോടുകൂടെ ബോധരഹിതനായി വീണു. ജാഹിലിയ്യ കാലഘട്ടത്തിൽ പോലും മുത്തുനബിയുടെ ഔറത്ത് ഒരാൾ കണ്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ലോകത്തൊരു മനുഷ്യൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതന്നെ സംഗതി. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്, ഭാര്യയും ഭർത്താവുമായിട്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രധാനപ്പെട്ട ശരീരത്തിന്റെ മറക്കുന്ന സ്ഥലം ഞാനോ എന്റെ ശരീരത്തിൽ എല്ലാവരും മറക്കേണ്ടതായി കണക്കാക്കുന്ന സ്ഥലം നബി തങ്ങളോ ജീവിതത്തിൽ ഒരിക്കലും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാന്ന് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഹറാമില്ല, ഖിലാഫുൽ ഔലയാണ്, അതുപോലെ നബി തങ്ങൾ ചെയ്തിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗീബത്ത് പറയാൻ പാടില്ല എന്ന നിയമം വരുന്നത് നുബുവത്തിന്റെ ശേഷമാണ്. എന്നാൽ നുബുവത്തിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെയും ഗീബത്ത് പറഞ്ഞിട്ടില്ല. ഇനി ഈ പ്രത്യേകത നബി തങ്ങൾക്ക് മാത്രമല്ല, നബി തങ്ങളുടെ പരമ്പരക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോ ഇങ്ങനെ പറയാം, ഞാന് സാലിം ഫൈദി, എന്റെ വാപ്പാന്റെ പേര് അബൂബക്കർ മുസ്ലിയാർ എന്നാണ്. എന്റെ വാപ്പാന്റെ പേര് അബൂബക്കർ മുസ്ലിയാർ എന്നാണെന്ന് എനിക്കറിയൽ നിർബന്ധമില്ല. അറിഞ്ഞാൽ നല്ലതാണ്, അറിഞ്ഞില്ലെങ്കിൽ ആധാർ കാർഡ് ഉണ്ടാവില്ല, പുറത്തേക്ക് പോണ്ടി വരും മാത്രം. പക്ഷെ ഈമാൻ ശരിയാവാൻ എന്റെ വാപ്പാന്റെ പേര് എനിക്കറിയാൻ നിർബന്ധമല്ല. എന്നാൽ മുഹമ്മദ് നബിയുടെ വാപ്പാന്റെ പേര് അബ്ദുള്ള ആണ് എന്നറിഞ്ഞിട്ടില്ലെങ്കിൽ ഈമാൻ ശരിയാവില്ല. എന്റെ വല്ലിപ്പാന്റെ പേര് എനിക്കറിയൽ നിർബന്ധമില്ല, അഹമ്മദ് മുസ്ലിയാർ എന്നായിരുന്നു വല്ലിപ്പാന്റെ പേര്. അറിഞ്ഞാൽ നല്ലതാണ്, അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അടിയാധാരം ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ലിപ്പാന്റെ പേര് അബ്ദുൽ മുത്തലിബ് എന്നാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഈമാൻ ശരിയാവില്ല. എന്റെ വല്ലിപ്പാന്റെ വാപ്പാന്റെ പേര് കമ്മു മുസ്ലിയാർ എന്നായിരുന്നു, അറിയൽ നിർബന്ധമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ലിപ്പാന്റെ വാപ്പാന്റെ പേര് ഹാഷിം എന്നാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഈമാൻ ശരിയാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20 വാപ്പാരെ പേരറിയൽ നിർബന്ധമാണ്. അബൂ അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമുൻ അബ്ദു മനാഫി യന്തസിബ് ഖുസൈ കിലാബുൻ മുറത്തുൻ കഅബുൻ ലുഗൈ ഗാലിബ് ഫിഹ്റും മാലികുൻ നദറുൻ ഉഖൈ കിനാനത്തുൻ ഹുസൈമത്തുൻ വമുദ്രിക ഇല്യാസു സുമ്മ മുദറുകും മുദ്രിക നിസാറുഹും വഅദ്ദുഹും അദ്നാനു തർതീബുഹും ആതാ ബിഹി തിബിയാനു. മുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20 വാപ്പാരെ പേര് അറിയണം. എന്റെ ഒരു വാപ്പാന്റെ പേരെന്നെ എനിക്കറിയാൻ നിർബന്ധമില്ല. ഇനിയിപ്പോ അടുത്ത മാസം വലിയൊരുനാൾ ഉണ്ടാവും, അടുത്ത മാസം ദുൽഹിജ്ജയില് വലിയൊരുനാൾ ഉണ്ടാവും, ഈദുൽ അദ്ഹ, വലിയ പെരുന്നാൾ. വലിയൊരുനാൾക്ക് വാപ്പ മകനെ പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിക്ക് കൊണ്ടുപോയിട്ട് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോ വാപ്പാന്റെ കബറിങ്ങ പോയിട്ട് പറയും, മോനെ ഇതിന്റെ വാപ്പാന്റെ കബറാട്ടോ, അൽ ഫാത്തിഹ എന്ന് പറയണം. എന്നാൽ വാപ്പാന്റെ കബർ എവിടെയാണെന്ന് മകന് പറഞ്ഞു കൊടുക്കുന്നതിന്റെ മുമ്പ് മുഹമ്മദ് നബിയുടെ കബർ മദീനയിലാണെന്ന് പറഞ്ഞു കൊടുക്കൽ നിർബന്ധവും. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഓടുന്നുണ്ടോ എന്നറിയില്ല. അവ്വലു വാജിബിൻ അലൽ ആബാഇ അൻ യതഅല്ലമ ഔലാദഹും ബിഅന്ന നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉലിദ ബിമക്ക വദുഫിന ബിൽ മദീന. അവ്വലു വാജിബിൻ അലൽ ആബാഇ,
വാപ്പാർക്ക് ആദ്യമായി നിർബന്ധമാകുന്നത് അയ്യതഅല്ലമ ഔലാദഹും അവരുടെ മക്കളെ പഠിപ്പിക്കലാണ്. ബിഅന്ന നബിയ്യനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും നമ്മുടെ നബിയായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉലിദ ബി മക്ക മക്കയിൽ ജനിച്ചു എന്നും വദുഫിന ബിൽ മദീന മദീനയിൽ മരണപ്പെട്ട് മദീനയിൽ മറവ് ചെയ്യപ്പെട്ടു എന്നും പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാകുന്നതാണ്. ബക്കറ്റ് പിരിവുണ്ട്, അത് നടന്നോട്ടെ, അപ്പൊ തന്നെ ആയിക്കോട്ടെ. അവസാനം അങ്ങനെ ഉണ്ടല്ലേ, ആയിക്കോട്ടെ. അതിനത്രയൊക്കെ ഉണ്ടപ്പോ കയ്യ് തങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് അത് ശരി. അത് പെണ്ണുങ്ങളോ? മുസാഫത്താണ് ഇത്ര അവസാനം, ആയിക്കോട്ടെ. പെണ്ണെടുത്ത് കൊണ്ടുപോയി കൊടുന്നു അല്ലേ? അത് ശരി, അത് കഴിഞ്ഞു. ബിസ്മില്ലാ. ഇത് പച്ചവെള്ളം ചൂടാക്കിയതാണ്, ഞാൻ ഇങ്ങനെ നോക്കണ്ട എല്ലാവരും. ഇടക്കൊര തമാശ നല്ലതാണ്. എല്ലാവരും ചൊല്ലി. അൻത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി والسلام على الرسول الشفيع الأبطحي والحبيب العربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة والسلام على الرسول الشفيع الأبطحي والحبيب العربي ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا سيدي خير النبي الصلاة والنبي والسلام على الرسول الشفيع الأبطحي والحبيب العربي إننا نرجو إلى كأس حوضك للعطش يوم نشر كتابيا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الشفاعة هب لنا في القيامة مشفقا واهلنا الله يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. മുഅ്മിനീങ്ങളെ, അപ്പൊ ഞാൻ പറയുന്നത് നുബുവത്ത് റിസാലത്ത് എന്നത് മാത്രമല്ല പഠിക്കേണ്ടത്, മുഹമ്മദീയത്ത് പഠിച്ചാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം തബഈയാകുള്ളൂ എന്നാണ്. അഖ്ലിയും തബഈയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അഖ്ലിയ് എന്ന് പറഞ്ഞാൽ ബുദ്ധിപരം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ആലോചിച്ചപ്പോൾ മനസ്സിലായി നബി തങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ സംഗതി കാര്യം പോക്കൗട്ടോ എന്ന് മനസ്സിലായപ്പോൾ സ്നേഹിക്കുന്നതിനാണ് അഖ്ലി എന്ന് പറഞ്ഞത്. അത് വേണ്ട തന്നെയാണ്, പക്ഷെ അതിന്മേൽ നിൽക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എങ്ങനെയാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്നേഹിക്കണ്ടെന്ന് കരുതിയാലും നബിനോട് സ്നേഹിക്കാൻ അങ്ങനെ ഉണ്ടാവണം. ജോർദാനിലെ ബഹുമാനപ്പെട്ട ഒരു സഹാബിയുടെ ഖബറുണ്ട്.
അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ അബൂ ഉബൈദത്തു ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, ജോർഡാൻ ഗവൺമെന്റ് വലിയ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഖബറാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ. നല്ല ഗ്ലാസിന്റെ കൂടാണ്, അത് തുറക്കാനൊന്നും പറ്റൂല, തൊട്ടടുത്തേക്ക് ചെല്ലാൻ പറ്റൂല, കുറച്ച് ദൂരെ നിൽക്കണം, അങ്ങനെയൊക്കെയുള്ള പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ഖബറാണ് അബൂ ഉബൈദ. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തു. ബദർ യുദ്ധത്തില് മുസ്ലിം സൈന്യവും ശത്രുപക്ഷവും ഇങ്ങനെ അണിനിരന്നപ്പോ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളുടെ പക്ഷത്തുണ്ട്. അദ്ദേഹത്തിന്റെ വാപ്പ ആമിർ ഇബ്നുൽ ജറാഹ് ഖുറൈശി പക്ഷത്ത് അബൂജഹലിന്റെ പട്ടാളത്തിലുണ്ട് ലഅനത്തുല്ലാഹി അലൈഹി. ആമിർ ഇബ്നുൽ ജറാഹ് വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ മകൻ അപ്പുറത്ത് നിൽക്കുന്നത് കണ്ടു മുസ്ലിം പക്ഷത്ത്. അപ്പൊ ജറാഹിന് തോന്നി, എന്നാലിപ്പോ എന്റെ യുദ്ധം ഏതായാലും മകനേറ്റന്നെ ആയിക്കോട്ടെ എന്ന് തോന്നി. അങ്ങനെ മൂപ്പരിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ആ തൂണിന്റെ മറവിൽ നിൽക്കണ ആ ചങ്ങായില്ലേ, ഓനങ്ങോട്ട് കളത്തേക്ക് ഇറക്കിയായിരുന്നു. മൂപ്പര മോനാണതേ, തൂണിന്റെ മറവിലെ ഓനിറക്കിയായിരുന്നു. അപ്പൊ വാപ്പ മൂപ്പർക്ക് നേരെയാണ് എന്ന് കണ്ടപ്പോ മൂപ്പര് മറവുക്ക് ഒന്നും കൂടി കണ്ട് മാറി നിന്ന്, വാപ്പാനേറ്റ് ആവൂല എന്ന് കരുതിയിട്ട്, നോക്കാനാവില്ല എന്ന് കരുതിയിട്ട് മാറണത് കണ്ടപ്പോ മൂപ്പർക്ക് ഒന്നും കൂടി ധൈര്യം കൂടി. കുറച്ചുകൂടി ബാക്ക് മാറി ആ ചങ്ങായില്ലേ ഓനങ്ങോട്ട് ഇറക്കിയായിരുന്നു. അപ്പൊ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഒന്നും കൂടി ബാക്ക് നിന്നു. അബൂ ഉബൈദിന്റെ വാപ്പ ആമിർ ഇബ്നുൽ ജറാഹിന് അറിയാം, അബൂ ഉബൈദനേക്ക് വാപ്പാനെ ചീത്ത പറഞ്ഞാൽ വേഗം ദേഷ്യം വരുന്നേ. അപ്പൊ വാപ്പ പറഞ്ഞു, ആ തൂണിന്റെ മറക്ക് മാറിന്ന ആ ചങ്ങായില്ലേ ഓന്റെ തന്ത എന്ന് പറഞ്ഞു. വാപ്പാനെ ആക്ഷേപിച്ചു. അപ്പൊ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആലോചിച്ചു, സംഗതി ഇപ്പൊ പറയണതിന്റെ വാപ്പാനാണെങ്കിലും ആള് മൂപ്പരനെയാണല്ലോ, പറഞ്ഞോട്ടെ എഴുതി ഇറങ്ങിയില്ല. അപ്പൊ രണ്ടാമത്തെ വഴിയെടുത്തു, ഉമ്മാനെ ചീത്തറിഞ്ഞു. അന്റെ തള്ള എന്ന് പറഞ്ഞു, ഉമ്മാനെ ചീത്തറിഞ്ഞു. ഉമ്മാനെ ചീത്തറിഞ്ഞ എന്തായാലും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഇറങ്ങുന്നു വാപ്പാക്കറിയാം. പക്ഷെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആലോചിച്ചു, പറയണതിന്റെ അമ്മാനാണെങ്കിലും ആള് മൂപ്പര ഭാര്യ തന്നെയല്ലേ, പറഞ്ഞോട്ടെ തീരുമാനിച്ചു, ഇറങ്ങിയില്ല. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി ഒരുങ്ങിയതേ ഉള്ളൂ. പിന്നീട് സ്വഹാബത്ത് ഒരു ചാട്ടം കണ്ടു. ചാട്ടം കഴിഞ്ഞു നോക്കുമ്പോ അബൂ ഉബൈദയുടെ കയ്യിലുണ്ട് ജറാഹിന്റെ തലയേറ്റുകൊണ്ട് വന്നു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അബൂ ഉബൈദത്തു അമീനു ഹാദിഹിൽ ഉമ്മ, അബൂ ഉബൈദ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് എന്ന് പറഞ്ഞു. പുതിയ അറബി അനുസരിച്ച്, മോഡേൺ അറബിക് അനുസരിച്ച് ജനറൽ സെക്രട്ടറിക്ക് പറയുന്ന പേര് അമീനുൽ ആം എന്നാണ്. പുതിയ റഈസ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ്, അമീനുൽ ആം എന്നാണ് പുതിയ മോഡേൺ അറബിക്കില് ജനറൽ സെക്രട്ടറിക്ക് പറയാം. ജോയിന്റ് സെക്രട്ടറിമാർക്ക് അമീൻ എന്ന് പറയും, ജനറൽ സെക്രട്ടറിക്ക് അമീനുൽ ആം എന്ന് പറയും. പുതിയ അറബി അനുസരിച്ച് ഈ ഹദീസ് അർത്ഥം വെച്ചാല് അബൂ ഉബൈദത്തു അമീനു ഹാദിഹിൽ ഉമ്മ, അബൂ ഉബൈദ ഈ ഉമ്മത്തിന്റെ സെക്രട്ടറി ആകുന്നു എന്നാണ് അർത്ഥം. എന്താ യോഗ്യത? മുത്തുനബിയോടുള്ള സ്നേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടങ്ങാത്ത സ്നേഹമാണ്. ഇങ്ങനെ ആയിരിക്കണം നബി തങ്ങളോടുള്ള സ്നേഹം. അത് തബഈയായിരിക്കണം, അഖ്ലിയായാൽ പോരാ. ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. നമ്മൾ നല്ല ഒരു വീടുണ്ടാക്കിയെന്ന് വിചാരിക്കുക, ഒരു നല്ല പുതിയ വീട്, ഒരു 2500 സ്ക്വയർ ഫീറ്റുള്ള നല്ലൊരു വീടുണ്ടാക്കി, അല്ലെങ്കിൽ ഒരു 3000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട്. വീടിന്റെ പണിയെല്ലാം കഴിഞ്ഞു, ടൈൽസൊക്കെ ഒട്ടിച്ച്, കറണ്ടൊക്കെ കിട്ടി, ഫാനൊക്കെ ഫിറ്റ് ചെയ്ത്, ബെഡ്റൂമിൽ AC ഒക്കെ വെച്ച്, പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ്, മുറ്റം കട്ട വിരിച്ച്, മതിലിന്റെ പണിയൊക്കെ തീർന്ന്, നാളെ രാവിലെ സുബഹിക്ക് ഹൗസ് വാമിംഗ് ആണ്. നാളെ എന്താ വെച്ചേ? ബുധനാഴ്ച പറ്റീസാണ്. നാളെ രാവിലെ സുബഹി നിസ്കാരത്തിന് പള്ളിക്കന്ന് മൗലവിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, ഇമാമിനോട് തങ്ങൾ പാപ്പാനെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്, വേണ്ടപ്പെട്ട ആൾക്കാരോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ ഹൗസ് വാമിംഗ് ആണ്. വീടാരത്താണ് നമ്മൾ തന്നെ കേട്ടോ, നമ്മളെ വീട് പണി കഴിഞ്ഞ് നാളെ രാവിലെ ഹൗസ് വാമിംഗ് ആണ്. ഇന്ന് രാത്രി ബിരിയാണി വെക്കാനുള്ള ആളുകൾ വന്ന് അവർ കോഴിയൊക്കെ വെട്ടലടങ്ങി, അരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പന്തലേര് പണിയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്, ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്,
സുഹൃത്തുക്കളും ചങ്ങാതിമാരും വന്ന് കത്താത്ത ലൈറ്റ് എവിടെയുണ്ടെങ്കിൽ അതൊക്കെ കത്തിക്കുന്നുണ്ട്, കറങ്ങാത്ത ഫാൻ ഏതെങ്കിലുണ്ടെങ്കിൽ അതൊക്കെ നേരാക്കുന്നുണ്ട്. അവസാന വട്ടം മിനുക്ക് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമയം 1 മണിയായി. നാളെ സുബഹിക്ക് ഹൗസ് വാമിങ്ങിനെ എല്ലാ ആൾക്കാരും ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും